ബെൽഫാസ്റ്റിൽ നിന്ന് നമ്മൾ റാൻഡൽസ്റ്റൗണും ടച്ച് ചെയ്ത് അവിടെ നിന്ന് നമ്മൾ നേരെ മാഗർഫെൽറ്റും കഴിഞ്ഞ് നേരെ കുക്ക്സ്റ്റൗണിലെത്തി. കുക്ക്സ്റ്റൗണിൽ നിന്ന് ഏകദാനം കിലോമീറ്ററും കടന്ന് ഞങ്ങൾ ഈ സ്പാരൻ വ്യൂ ഗ്ലാമ്പിങ്ങിലെത്തി. ഞങ്ങളുടെ യാത്രയുടെ ഇടയിൽ തന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് വലത്തെ സൈഡിലൊരു വീട് കണ്ടു. അത് വീടെന്ന് പറഞ്ഞാൽ നല്ല ഫുൾ പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗേറ്റിലും ആ വീടിൻ്റെ ഉൾവശത്തും അവരുടെ ഗാർഡനിലും ഫുള്ള് നല്ല രീതിയിൽ പൂക്കൾ, പല വർണ്ണങ്ങളുള്ള പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. നല്ല രസമാണ്. ഹായ്, വെൽക്കം ടു റോബിൻ ട്രാവൽ വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഇടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഗ്ലാമ്പിംഗ് ചെയ്യുന്നത്. ഗ്ലാമ്പിംഗ് എന്നറിയാമോ? ഇത് സ്പിറൻ വ്യൂ ഗ്ലാമ്പിംഗ് എന്നാണ് പറയുന്നത്. ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ക്യാമ്പിംഗ് നമ്മൾ ടെൻറ്റ് ഇട്ട് കെട്ടുക. ഇപ്പോൾ ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ പോഡ്സ് പോഡ് വെച്ച്, പോഡിനകത്ത് നമുക്ക് ചെറിയ ഫെസിലിറ്റീസ് ഒക്കെ തരും. നമുക്ക് അതിൽ കയറി താമസിക്കാം. പിന്നെ ഇവിടെയുള്ള സ്ഥലങ്ങൾ, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതാണ്. അപ്പം എൻ്റെ പിന്നിൽ കാണുന്ന ഇതൊരു കമ്മ്യൂണൽ ഹബ്ബാണ്. പിന്നെ എൻ്റെ പുറകെ കാണുന്നതാണ്, ഇത് കണ്ടോ, ചെറിയ പോഡ്സ് പോലെ. ഇതാണ് ഗ്ലാമ്പിംഗ് പോഡ്സ്. ഗ്ലാമ്പിംഗ് നമുക്ക് ക്യാമ്പിങ്ങിന് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നു. ഇതാണ്. അപ്പോൾ അതാണ്. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഒരു കമ്മ്യൂണൽ ഹബ്ബാണ്. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. നമ്മുടെ സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്യണമെന്നെങ്കിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെയാണ് ഇവിടെ. അപ്പം നമുക്ക് അതിൻ്റെ കുറേ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ. അപ്പം ഇതാണ് ഗ്ലാമ്പിങ്ങിൻ്റെ നമ്മുടെ കമ്മ്യൂണൽ ഹബ്ബ്. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു റിസപ്ഷൻ. ഇവിടെ ആരുമൊന്നുമില്ല. നമുക്കിങ്ങനെ ഇവിടെ നമ്മുടെ പേരും വിലാസവും പിന്നെ എന്തെങ്കിലും റിമാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതാം. ഇവിടെ നമുക്ക് ഇരിക്കാം. ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ, ചെറിയ ഇതുണ്ടോ, ഇതിൻ്റെ നല്ല രസമാണ്. നല്ല പിന്നെ ആംബിയൻസ് അടിപൊളിയായി ഇതിനകത്ത്. ഇവിടെ ഒരു ചെസ്സിൻ്റെ പരിപാടി. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ്. ഇതാണ് കിച്ചൺ. ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാം. ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ്, കുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഹോബ്, ചിമ്നി. പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട്. സെൽഫ് സർവീസ് ഏറിയാണ് എഴുതിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ചായ കാപ്പി ഉണ്ടാക്കാനുള്ള സാധനം, ഒരു കെറ്റിൽ, പിന്നെ ഒരു മൈക്രോവേവ് ഓവൻ. അതേ ഉള്ളൂ. ഇതാണ് ഇവിടെ. ഇതൊരു പ്രൈവറ്റാണ് ഇതൊക്കെ. ഓക്കെ. ദ കിച്ചൺ ഈസ് ഫോർ ഡാൻസിങ് എന്ന് പറഞ്ഞൊരു ലേബിളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം അതാണ് ഇവിടെ കാണുന്നത്. നല്ല രസമുണ്ട് ഇവിടെ. നമുക്ക് ഇരിക്കാൻ നല്ല സൂപ്പർ കുഷനിങ് സീറ്റൊക്കെ ഉള്ള രസമാവും. ഇവിടെ ഇരിക്കാം, സീറ്റ്സ്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സമയം ചിലവഴിക്കാം. നല്ല ആംബിയൻസ് ആണ്, നല്ല രസമാണ് ഇവിടെ. അപ്പം പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ബെൽഫാസ്റ്റ് ടെലിഗ്രാഫ് ബിസിനസ് അവാർഡ്സ് 2021 ഇൻ പാർട്ണർഷിപ്പ് വിത്ത് അൾസ്റ്റർ ബാങ്ക്. ഒരു ബിസിനസ് അവാർഡ്സ് കിട്ടിയ ആൾക്കാരാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ പേര് സ്പിറൻ വ്യൂ ഗ്ലാമ്പിംഗ് എന്നാണ്. ഓക്കെ, സ്പിറൻ വ്യൂ ഗ്ലാമ്പിംഗ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കമ്മ്യൂണൽ ഹബ്ബ്. അപ്പം നമുക്കിനിയും പോഡിലോട്ടൊക്കെ പോയി അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെ ഗ്ലാമ്പിങ്ങിന് വരുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് ചെയർസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ സാനിറ്റൈസ് ചെയ്യാനും. പിന്നെ ഇവിടെ ഇതുപോലെ എനിക്കൊന്നു ലൈറ്റ്സൊക്കെ പക്ഷേ ഇത് ഇലക്ട്രിക്കലാണെന്ന് തോന്നുന്നു. ഇലക്ട്രിക്കൽ ലൈറ്റിംഗ് ആണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു മണിയുണ്ട്. ഒരു മണി ഇവിടെ വെച്ചിട്ടുണ്ട്. ലെറ്റ്സ് ബി അവർ ഗസ്റ്റ്. ഇവിടെ കീ പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കീ ഡ്രോപ്പ് ചെയ്യാം. കീ ഡ്രോപ്സ്. അപ്പോൾ അങ്ങനെയാണ്. അവിടെ നല്ലൊരു ചെടി, അടിപൊളി ഒരു ലൈറ്റിംഗ് സിസ്റ്റംസ്. പിന്നെ മേളിൽ പിന്നെ ഇവിടെ ഒരു ചെടിച്ചട്ടിയും പിന്നെ അതിൻ്റെ ഒരു ആംബിയൻസ് കൂട്ടാൻ വേണ്ടി ഒരു ലൈറ്റ്, ഇലക്ട്രോണിക് സോളാർ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതുപോലെ
അടിപൊളി, നല്ല രസമുണ്ട്. എൻ്റെ ഇവിടെ ഇങ്ങനെ ഫൂട്ട് ഒരു പാദത്തിൻ്റെ പ്രിൻ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ഇവിടെയും കുറേ നല്ല നല്ല ചെറിയ സ്റ്റാച്യൂസ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നാണ്ട് ഈ ട്രീയിലൊരു ലൈറ്റ് സിസ്റ്റംസ് കൊടുത്തിട്ടുണ്ട്. നല്ലതായിരിക്കും. രാത്രിയിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അதையும் കാണാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇതെല്ലാം കാണാം. പിന്നെ ബാക്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ക്ലാമ്പിങ്. അതൊക്കെ ഉണ്ട്. ഇവിടെയും നമുക്കൊരു ചെയറൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്കിരുന്ന് ചായ കുടിക്കുകയോ എന്തൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യാം. നല്ല രസമാണ്, അടിപൊളിയാണ് സ്ഥലം. ഇതാണ് സ്പെയറൻ വ്യൂ ഗ്ലാമ്പിങ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ കാർ പാർക്കുണ്ട്. നമുക്ക് കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു സൈക്കിള്, പഴയ സൈക്കിൾ, അതിൻ്റെ അകത്തൊരു ചെടിച്ചട്ടി ഒരു ചെടിയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെയാണ് നമ്മുടെ ക്ലാമ്പിങ്ങിൻ്റെ പോഡ്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വഴിയുണ്ട്. നമുക്ക് അങ്ങനെ ഒരു വഴി നടന്ന് ആ ക്ലാമ്പിങ്ങിൻ്റെ പോഡിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇപ്പം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന പോഡ്. അപ്പം ഇതിൻ്റെ അടുത്ത് തന്നെ നമുക്കിവിടെ ഷവറല്ല, ഇതിനെന്താ പറയുന്നത്, നമ്മുടെ ഹോട്ട് ടബിലേക്കുള്ള നമുക്കിവിടെ നമുക്ക് കുളിക്കാം. പിന്നെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഒരു ചെറിയൊരു വേർഷനാണ് ഹോട്ട് ടബ്. അവിടെ തന്നെ ഹോട്ട് ടബ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. നല്ല വാമായിട്ടുള്ള കുളി കുളിക്കാം ഇതിനകത്തിൽ. പക്ഷേ ഇതാണ് പോഡ്. ഈ പോഡിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കുറേ നമുക്ക് ക്യാമ്പിംഗ് ചെയർസ് ഇവിടെ ഉണ്ട്. ദെൻ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട്. ടോയ്ലറ്റ് ഒരു ചെറിയൊരു വാഷ് ബേസിൻ, ടോയ്ലറ്റ്, കൊമോഡ് ആൻഡ് ഷവറിങ് ഏരിയ. ആൻഡ് പിന്നെ ഇവിടെ നമ്മുടെ ചെറിയ കാര്യങ്ങളില്ല, കാപ്പി ചായ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം. പിന്നെ ഒരു ഷെൽഫ്, ദെൻ എ സ്മോൾ കൗണ്ടർ ഫ്രിഡ്ജ്, ദെൻ കംസ് സം കോക്കറി ഐറ്റംസ് ഹിയർ. പിന്നെ നമ്മുടെ ബാഗ്സൊക്കെ വെക്കാം. പിന്നെ ഇതാണ് നമുക്കൊരു TV ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കാർപ്പറ്റ് പ്ലേസ്, ദെൻ എ സ്മോൾ ബെഡ്. ഇവിടെ ഒരു സ്മോൾ ബെഡുണ്ട്. പിന്നെ ഇവിടെ ഇതിന് മേളിലും നമുക്ക് രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിനൊരു സ്റ്റെപ്സ് ഇവിടെ ഉണ്ട്. സ്റ്റെപ്സിൽ കയറി നമുക്ക് ഇതിലോട്ടും പോവാം. ഇവിടെയാണ് നമുക്ക് നല്ല ആംബിയൻസ് ആണ്. നമുക്ക് ലൈറ്റ്സ് അടിപൊളി, സൂപ്പറാണ്. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നു ഇതിൽ. വർഷം See the plants? That's nothing but the water you can see. It comes in the sky. I also missed it last time, so I can see that. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ഒബ്സർവേറ്ററി വന്നായിരുന്നു. അപ്പം അതിൻ്റെ ഒബ്സർവേറ്ററിയുടെ പേര് ഓം ഡാർക്ക് സ്കൈ പാർക്ക് ആൻഡ് ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തിലാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ശാസ്ത്രം സയൻറ്റിഫിക്കായിട്ടുള്ള ഭൂമിയെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും പിന്നെ നക്ഷത്രങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള കുറേ കാര്യങ്ങൾ ഇവരോട് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയയിൽ ഞങ്ങൾ വന്നത്. ഞാൻ അതിൻ്റെ ഏരിയ ഒന്ന് കാണിച്ചു തരാം. OM ഡാർക്ക് സ്കൈ ആൻഡ് ഒബ്സർവേറ്ററി. അപ്പം ഇതാണ് നമ്മുടെ ഒബ്സർവേറ്ററി ഈ സ്ഥലം, പിന്നെ ഈ ബിൽഡിംഗ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തരും. ഇത് ഡവാഗ് സ്പെയറൻ മൗണ്ടൻസിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ബട്ട് നല്ലതാണ്, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഇവിടെ അറിയാൻ പറ്റും.
ഓം ഡാർക്ക് സ്കൈ പാർക്ക് ആൻഡ് ഒബ്സർവേറ്ററി ഡവാഗ് സ്പീഡൻ മൗണ്ടൻസിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. കുട്ടികളെയും കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ ഇവിടെയും നമുക്ക് ഒത്തിരി അറിയാൻ പറ്റും. അവരൊത്തിരി എക്സ്പ്ലെയിൻ ചെയ്തു തരും. പിന്നെ റോക്ക് ഫോർമേഷൻസ്, പിന്നെ ഈ സ്റ്റാർ എന്തൊക്കെയാണ്, നമ്മുടെ ഓരോ സ്റ്റാറിനും ഓരോ പേരില്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞു തരും. ഈ സ്റ്റാറൊക്കെ എങ്ങനെ ഇരുന്ന് അതിനെ ട്രെയിൽ ചെയ്ത് ട്രയാങ്കിൾ പോലെ ഇരിക്കുന്ന എന്താണ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യം ഇവിടെ അത് പറഞ്ഞു തരും. ഇത് നല്ല ഏരിയയാണ്. ഈ ഏരിയ ഞാൻ ഫുള്ള് കാണിച്ചു തരാം. ഇതാണ് ഈ ഡവാഗിലെ ഏരിയ ആണിത്. ഡവാഗ് സ്പീഡൻ മൗണ്ടൻസിലെ ഏരിയ ആണ്. സൂപ്പർ സ്ഥലമാണ്. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയ ആണ്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതാണ് വെൽക്കം ടു ഡവാഗ് ഫോറസ്റ്റ് ട്രീസ്. അപ്പോൾ ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ ഒബ്സർവേറ്ററിയും കാണാം. ആ കാണുന്ന ഒബ്സർവേറ്ററിയാണ് ഓം എന്ന് പറഞ്ഞ ഒബ്സർവേറ്ററി, ഡാർക്ക് സ്കൈ പാർക്ക് ആൻഡ് ഒബ്സർവേറ്ററി. അപ്പം ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ഡവാഗ് ഏരിയയിൽ, ഈ ഡവാഗ് ഫോറസ്റ്റ് ട്രെയിൽസ് എന്ന് പറഞ്ഞ ഏരിയയിൽ, അല്ലെങ്കിൽ ഈ ഡവാഗ് എന്ന് പറഞ്ഞ ഏരിയയിൽ, ഈ ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്തോന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ള സ്ഥലം ഇതാണ്. ഭയങ്കര ഡാർക്കായിരിക്കും. ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു ഏരിയ ആണ് ഇത്. ജോഗ്രഫിക്കലി ഇത്ര ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെളിയിൽ നിന്നുള്ള ലൈറ്റിനെ ഈ ഇത് മൗണ്ടൈനസ് ഏരിയയാണ്. ഈ മൗണ്ടൻസിൻ്റെ ഏരിയയിൽ ഈ ലൈറ്റ് ഈ മൗണ്ടൻ തടഞ്ഞ് ഇവിടെ ഫുള്ള് ഇരുട്ടായിരിക്കും. ഇവിടുത്തെ വീട്ടുകളിലൊക്കെ മോഷൻ സെൻസർ ലൈറ്റ്സേ വെച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു റെഡ് ലൈറ്റേ ഇടുള്ളൂ. ബിക്കോസ് ഇവിടുത്തെ ഒരു ഡാർക്ക് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അപ്പം ഈ ഡാർക്ക് അസോസിയേഷൻ ഉണ്ടെങ്കിൽ ഈ ഡാർക്ക് ഇത്രയും ഇരുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആകാശത്തിലുള്ള ഈ പറയുന്ന നക്ഷത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പം അത്രയ്ക്ക് ഫേമസ് ആണ് ഈ ഏരിയ, ഈ ഡവാഗ് എന്ന് പറഞ്ഞത്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞത് ഇൻ്റർനാഷണൽ ഡാർക്ക് സ്കൈ അസോസിയേഷൻ, അതാണ് ഇതിൻ്റെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിൻ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരുട്ടായിരിക്കും. ഇവിടുത്തെ വീട്ടിലൊന്നും അധികം ലൈറ്റ്സ് ഒന്നും കാണത്തില്ല. വളരെ ചെറിയ മോഷൻ സെൻസർ ലൈറ്റ്സ് ഇടുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ ഇൻഫർമേഷൻ പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ചൊരു ചെറിയൊരു സംഭവമാണ് ഇവിടെ എഴുതിയേക്കുന്നത്. നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി ഞാൻ പറയാം. International Dark Sky Association and International Dark Sky Park is a land possessing an exceptional and distinguished quality of starry nights and nocturnal environment, and specifically protected for its scientific, natural, educational and cultural heritage resource and for public enjoyment. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ് കേട്ടോ. ഇത് നല്ലൊരു ഏരിയ ആണ്. കുട്ടികളായിട്ടൊക്കെ പോകാൻ അവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാം. നല്ല ഇൻഫോർമേഷനാണ്, നല്ല സ്ഥലമാണ്, ബ്യൂട്ടിഫുള്ളാണ്. അതിവിടെ ഇഷ്ടംപോലെ ബെഞ്ചസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു സ്ഥലമുണ്ട്, അത് എന്തോന്ന് എനിക്കറിയില്ല. അത് ചുമ്മാ എനിക്ക് തോന്നുന്നു ഒരു ആൾക്കാർക്ക് അവിടെ വന്ന് വെറുതെ ഇരിക്കാൻ വേണ്ടിയുള്ളൊരു ഇതാണ്. ഇത് ഫുൾ ഫോറസ്റ്റാണ്. ഈ കാണുന്ന ഏരിയയെല്ലാം ഫോറസ്റ്റാണ്. ഉണ്ടോ? അവിടെ ഭയങ്കര ഇരുട്ടാണെന്നാണ് പറയുന്നത്. ഫുൾ ഇരുട്ടാണ്. അവിടെ ഉണ്ട് പ്ലെയിൻ. അപ്പം ഇത് പ്ലാനറ്റോറിയം എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു കൂട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചുമ്മാ എല്ലാവർക്കും ഗ്യാദർ ചെയ്ത് ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതാണ് ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ, ഡോഫ് ഫോറസ്റ്റ് സ്പെഷ്യൽ പ്ലേസ് ടു എക്സ്പീരിയൻസ് നൈറ്റ്സ്, വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് പ്ലേസ് ഇൻ നോർത്തേൺ അയർലൻഡ്. അപ്പം ഈ ഡവാഗ് ഏരിയ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഡാർക്കസ്റ്റ് പ്ലേസ് ഇൻ നോർത്തേൺ അയർലൻഡ് ആണ്. അപ്പം അതാണ് ഇവിടെ അത് വരേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഡാർക്ക് പ്ലേസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന നക്ഷത്രങ്ങളിലും നല്ല ക്ലിയർ സ്കൈയിൽ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ ഇടയ്ക്കൂടെ ഒരു ട്രെയിലുണ്ട്, ഇങ്ങനെ നടക്കാം. പിന്നെ അവിടെ കുറേ ബെഞ്ചുണ്ട്, ഇരിക്കാം. പിന്നെ യു ക്യാൻ എക്സ്പീരിയൻസ് എന്താ പറയുന്നത്, സൈലൻസ്. യു ക്യാൻ എക്സ്പീരിയൻസ് ദ സൈലൻസ്
ഓവർ ഹിയർ. അപ്പോൾ ഇവിടെ വന്നിരുന്ന് നമുക്ക് വളരെ കാമായിട്ടിരുന്നിട്ട് ഈ ഈ ഈ വെള്ളം ഒഴുകുന്നതൊക്കെ കണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ശബ്ദം കേട്ട് ഇരുന്നൊക്കെ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ഈ പറയുന്ന കണ്ടോ, ഇവിടെ കാണുന്ന വലിയ ബെഞ്ച്. ഇത് നമുക്കിങ്ങനെ ചുമ്മാ അടിപൊളി. ഈ ബെഞ്ച് ഉണ്ടോ, ഈ ബെഞ്ച് ഇത് നമുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഇരുന്ന് ചാരിക്കിടക്കാം. ഇത് ചാരിക്കിടന്ന് നിങ്ങൾക്ക് ഉറങ്ങുമോ, കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് ചാരിക്കിടക്കാം. എൻ്റെ കാല് ഇങ്ങനെ ചാരിക്കിടക്കാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഈ കുറച്ചുകൂടെ ഒരു ഇതിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ കിടക്കുന്ന കണ്ടോ, വൈഡ് ആംഗിൾസ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാം. അപ്പം ദിസ് ഈസ് ഏരിയ. നമുക്ക് അങ്ങോട്ട് നടക്കാം. ബെഞ്ചസൊക്കെ ഇട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ കൂടുതലും ഇങ്ങനെ നടക്കാനും ഒക്കെ വലിയ ഇഷ്ടം. അപ്പോൾ അതിനു വേണ്ടി ഒക്കെ ഫെസിലിറ്റീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഈ ഇങ്ങനത്തെ വഴികളിൽ. ഒന്ന് കണ്ടോ, നമുക്ക് ഇങ്ങനെ അങ്ങ് വരെ നടക്കാം. പിന്നെ നല്ല ശുദ്ധവായു ശ്വസിക്കാം. നല്ല മരങ്ങൾ കണ്ടില്ലേ, എന്തോ മരമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ഇഷ്ടംപോലെ മരങ്ങൾ കണ്ടില്ലേ. നമ്മുടെ പൈൻ മരം പോലെയാണ് തോന്നുന്നത്. ഇവിടെ ഒരു ബെഞ്ചുണ്ട്. ഇങ്ങനെ ബെഞ്ചും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ പ്രകൃതിയൊക്കെ പിന്നെ ആസ്വദിക്കാൻ പറ്റും ഉണ്ടല്ലേ. അപ്പം അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ മുമ്പ് ഈ ചെയറ് ഇങ്ങനെ കിടക്കാൻ പറ്റുന്ന ഉദ്ദേശിച്ച് എനിക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായ എന്നറിയാമോ, ഇങ്ങനെ മലന്ന് കിടന്നിട്ട് ഈ ആകാശത്തിലേക്ക് നോക്കി ക്ലിയർ സ്കൈ ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ചാരി കിടന്ന് നമുക്ക് ഈ നക്ഷത്രങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാണ് ഈ കസേര, ഈ ബെഞ്ച്. ഞാൻ പിന്നെ അത് ആലോചിച്ച് എന്താണ് ഇങ്ങനെ ഇടാനുള്ള കാരണം. അപ്പോൾ ഇപ്പോൾ എനിക്കിത് അതിൻ്റെ ഇത് കിട്ടി. പക്ഷേ എനിവേ ബ്യൂട്ടിഫുൾ പ്ലേസ്, ഐ ലൈക്ക് ഇറ്റ്, വെരി നൈസ്. Much more better, so I don't have to. How is it, Justin? Good? It's good. It's good. Yes, sir. It's good. Yeah, okay. Come inside for me. Look, Justin. Help. It's gone. It's gone, Papa. ഇവിടെ നമ്മൾ ഇതിൻ്റെ കൺട്രോൾ പവറൊക്കെ ഇവിടെയാണ്. ഇത് നമുക്കിങ്ങനെ Mommy, look at ഈ ഹോട്ട് ടബ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നല്ല രസമാണ്. പിള്ളേരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുക. കണ്ടോ, ഇതാണ് ഹോട്ട് ടബ്. ഹായ്, ഹലോ, ഹൗ ആർ യു? ഞങ്ങൾ പൂളിൽ കിടന്ന് മറിയുകയാണ്. നമ്മുടെ രണ്ടെണ്ണന്മാരും ഇവിടെ ഉണ്ട്. വേണ്ട, ഒരുത്തന് ഇവിടെ കിടന്ന് മറിയുന്നു, ഒരുത്തൻ ഇവിടെ കിടന്ന് മറിയുന്നു. വേണ്ട. അപ്പം ഞങ്ങൾ ഇവിടെ ഈ സ്പെർവൻ വ്യൂ ഗ്ലാമ്പിങ്ങിൻ്റെ പോർട്ടിലാണ് താമസിക്കുന്നത്. ഇവിടെ പിച്ച് ഡാർക്കാണ്. കണ്ടോ, ഇവിടെ ചുറ്റും ഒന്നുമില്ല, ഫുൾ ഡാർക്കാണ്. കണ്ടോ, ഫുൾ ഡാർക്ക്. ഇവിടെ ചെറിയ വെട്ടമുള്ളൂ, ഈ ചെറിയ റെഡ് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. ഈ മറ്റ് ലൈറ്റ്സിനെ ഒന്നും പൊല്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവർ വളരെ ചെറിയ ലൈറ്റ്സ്, റെഡ് ലൈറ്റ്സേ ഇവിടെ ഇടാവുള്ളൂ. പിന്നെ പോർട്ടിൽ അവിടെ ഒരു ഫാമിലി ഉണ്ട്. പിന്നെ ഞങ്ങളിവിടെ
ഞങ്ങളിവിടെ ഉണ്ട്. അപ്പം ഇവിടെ ഇത് കണ്ട വലിയൊരു ട്രയാങ്കിൾ. അപ്പോൾ നമുക്കിവിടെ കിടന്ന് മേളി ആകാശത്തോട്ട് നോക്കാം. പക്ഷേ ഇന്ന് സ്കൈ ഫുള്ള് ക്ലൗഡി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് നക്ഷത്രങ്ങളെല്ലാം കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പം കണ്ടോ ഫുൾ ഡാർക്ക്, അങ്ങോട്ടൊന്നും ഒന്നും ലൈറ്റ്സ് ഇല്ല. ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ഇല്ല. അപ്പോൾ ഞങ്ങളുടെ ഈ പോർട്ടിലോട്ട് കയറുന്ന ഈ സ്ഥലത്തിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഈ മോഷൻ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ട്, മോഷൻ ലൈറ്റ്സ്. പിന്നെ നമ്മുടെ ഈ കയറുന്നിടത്ത് ഈ ലൈറ്റേ ഉള്ളൂ, പിന്നെ ഇതേ ഉള്ളൂ, വേറെ ഇവിടെ ഒന്നുമില്ല. അപ്പം ഏറ്റവും ഇരുട്ടുള്ള നോർത്ത് അമേരിക്കയിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലമാണ് ഈ കുക്സ് ടൗണിൽ സ്പിറിൻ വ്യൂ ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് ബ്ലാക്ക് റോക്ക് റോഡിലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ യൂണിവേഴ്സൽ തിങ്സുമായിട്ട് താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഗ്ലാമ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. അറോറ റൈറ്റ്സ് വരെ ഇവിടെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടോ. ഇവിടെ ഒരു റെഡ് ലൈറ്റ്സ്, ഇവിടെ വലിയ അവർ ഇങ്ങനെ വെളിച്ചം എടുത്തില്ല, വെളിച്ചമൊന്നും ലൈറ്റ്സ് ഒന്നും എടുത്തില്ല, ലൈറ്റിനെ പൊല്യൂട്ട് ചെയ്യത്തില്ല. ഇത് ഇവിടുത്തെ ഇരുട്ടാണ് ഇവരുടെ ഒരു മേജർ ഒരു എന്താ പറയുക ഒരു സംഭവം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ലാബിൻ്റെ അകത്ത്. ഇവിടെ ഇതിൻ്റെ അകത്ത് വെട്ടമുണ്ട്. പിന്നെ വേറെ ആയിട്ടൊന്നും പറയാനില്ല. ദിസ് ഈസ് വാട്ട് ഈസ് ഹിയർ. അപ്പം ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ. അപ്പോൾ ഇനി നാളെ കാണാം. ഗുഡ് മോർണിംഗ്. ഹായ്. അപ്പം ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ വന്നു നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് അടുത്ത് തന്നെ നമ്മളൊരു സ്റ്റോൺ സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാനാണ്. അതിൻ്റെ പേര് വെൽക്കം ടു ബേക്കമോർ സ്റ്റോൺ സർക്കിൾസ്. അപ്പം ഇതൊരു ബ്രോൺസ് ഏജിലെ ഒരു സ്റ്റോൺ സർക്കിൾസ് ആണ്. പണ്ട് കാലത്ത് നമ്മുടെ എന്താ പറയുക, ഈ കലണ്ടേഴ്സ് ഒന്നുമില്ലല്ലോ, അങ്ങനെ ബ്രോൺസ് ഏജിലൊന്നും കലണ്ടറൊന്നുമില്ല. അപ്പം അന്നത്തെ കാലത്ത് സീസൺസ് എങ്ങനെ വരുന്നതെന്ന് അറിയാൻ വേണ്ടി അവർ അന്നത്തെ കാലത്ത് ഈ കല്ലുകൾ വെച്ചാണ് ഈ സൂര്യൻ്റെ രശ്മികൾ അറിയുന്നതും പിന്നെ അതിൻ്റെ നിഴൽ വരുന്ന അനുസരിച്ച് സ്റ്റോൺ വെക്കുക. അപ്പോൾ അവർക്കറിയാം ഏറ്റവും ദീർഘമായ ദിവസങ്ങൾ അല്ലെങ്കിൽ സമ്മർ സീസൺ ഏതൊക്കെ ദിവസങ്ങളാണ് വരുന്നതെന്നുള്ളത് അറിയുക. അതിൻ്റെ ബേസിൽ അവർക്ക് കൃഷി ഇറക്കാനും ഒക്കെയുള്ള ആ സംഭവം അത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് വന്നത്. അപ്പം നമുക്കതിൻ്റെ ഒരു ചെറിയൊരു കാഴ്ചകളിലേക്കും പോവാം. അപ്പോൾ ഇതാണ് ബേക്കമോർ സ്റ്റോൺ സർക്കിൾസ്. ഇത് നമ്മുടെ ഇതാണ് ഇതിൻ്റെ ഏരിയ ഉണ്ടോ. ഇതിൻ്റെ ഏരിയ ഇതാണ്. ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ, ഞാൻ പറഞ്ഞല്ല, ഇത് ഈ സ്ഥലമെന്ന് പറഞ്ഞാൽ ഏറ്റവും ഇരുട്ടുള്ളത് നോർത്തേൺ അയർലൻഡിലെ ഏറ്റവും ഇരുട്ടുള്ള സ്ഥലമാണ്. ഡാർക്കസ്റ്റ് ഏരിയസാണ് ഇവിടെ. അങ്ങനെ ലൈറ്റ് പൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഈ ഏരിയ. അപ്പം അതിൽ നമുക്കിനിയിപ്പോൾ ആ സ്റ്റോണിൻ്റെ ഏരിയയിലോട്ട് പോവാം. അപ്പം ഇതാണ് കണ്ടോ. അപ്പം ഇവിടെ തന്നെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ബേക്കമോർ സ്റ്റോൺ സർക്കിൾസ് സ്കാൻസ് ആൻഡ് അലൈൻമെൻറ്റ് ഒരു സ്റ്റേറ്റ് കെയർ മോണുമെൻ്റ് ആണ്. ഇവിടെ ഡ്രോണുകൾ പിന്നെ കാറുകൾ ക്യാമ്പിംഗ് ഒന്നും നടക്കത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് കണ്ട ഇവിടെ തന്നെ
പ്രീ ഹിസ്റ്റോറിക് ലാൻഡ്സ്കേപ്പ്, അതിനെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ഇവിടെ രചിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് നിങ്ങളുടെ അറിവിന് വേണ്ടി. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല. ഈവൻ ഇറ്റ് ഈസ് ഓൾസോ അവൈലബിൾ ഇൻ ദ ഗൂഗിൾ, ബട്ട് സ്റ്റിൽ ഇഫ് യു വാണ്ട് ടു റീഡ് ഐ വിൽ ബി ജസ്റ്റ് going through it. I'll just video it. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ. അങ്ങനെ കുറേ വിവരങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, സോ ഇവിടെ ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ് കണ്ടോ, ഡ്യൂറിങ് ദ ബ്രോൺസ് ഏജ് around 3,500 years ago, communities built different type of stone monuments like the stone circles, rose, sanding stones such as Bagamore. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒത്തിരി ഇൻഫർമേഷൻ നിങ്ങൾക്കത് വായിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അതുപോലെ നമുക്ക് ഇനിയും സ്റ്റോൺ സർക്കിളിലേക്ക് പോവാം. സോ ഇതാണ് സ്റ്റോൺ സർക്കിൾ. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ ഇങ്ങനെ ഈ കല്ലുകൾ ഇങ്ങനെ വട്ടത്തിൽ വെച്ചേക്കുന്നത്. അപ്പം ഈ സൂര്യപ്രകാശം വരുമ്പം അതിനനുസരിച്ച് അതിൻ്റെ അതിൻ്റെ ഷാഡോ വരുന്നതനുസരിച്ച് അവർക്ക് സീസൺസിനെ തരംതിരിക്കാൻ പറ്റാം എന്ന രീതിയിലുള്ള സംവിധാനത്തിലാണ് ഇത് വെച്ചിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ സ്റ്റോൺ സർക്കിൾസ് ഹിയർ. ഇതിവിടെ നോർത്തേൺ അയർലൻഡിൽ കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്രേവ് യാർഡുണ്ട്. ഇതൊരു ഗ്രേവ് യാർഡാണെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ആൾക്കാരെ അടക്കിയിരിക്കുന്നു പറയുന്നു. പക്ഷേ ഇത് ഏതാണ്ട് 3500 വർഷം പഴക്കമുള്ള ആണെന്നാണ് ഇവിടുത്തെ ഈ ജിയോഗ്രഫിക്കൽ സയൻറ്റിസ്റ്റുകൾ പറയുന്നത്. സോ ദിസ് ഈസ് ദ ഏരിയ. നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ നിന്ന് ഏതാണ്ട് 1 മിനിറ്റേ ഉള്ളൂ ജസ്റ്റ് ഇവിടെ വന്ന് നമുക്കിത് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇവിടെ ഇതുപോലെ കുറേ ഇതുപോലെ കല്ലുകൾ വെച്ച് തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയുണ്ട്. ഇവിടെ നമുക്കിങ്ങനെ കണ്ടോ ഇങ്ങനെ ഇവിടെ ഒരു ഗ്രേവ് യാർഡ്, പിന്നെ ആളെ അടക്കി വയ്ക്കുന്ന സ്ഥലമാണ് ഇതൊരു. പിന്നെ ഇതുപോലെ ഉണ്ടാകും ഒത്തിരി സ്റ്റോൺസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഉണ്ടോ ഇതെല്ലാം. പക്ഷേ എനിക്കത് എങ്ങനെയാണ് ഇതിനെ മെഷർ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും ഇവിടെ കാണാം. എന്നിട്ട് ഇവിടെ ഒരു സർക്കിൾ പോലെ എടുക്കുന്നുണ്ടോ, കണ്ടോ ഇവിടെയുണ്ട്. ഇതാണ് സ്റ്റോൺ സർക്കിൾസ്. സോ ദിസ് ഈസ് ദി ഏരിയ. പിന്നെ നമ്മളിങ്ങനെ മുമ്പോട്ട് പോകണമെങ്കിൽ ഇവിടെ ഓരോ ഇങ്ങനെ സ്റ്റോണുകൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ വേറെ ഒരു ബോർഡിലൂടെ വെച്ചിട്ടുണ്ട്. ആണെങ്കിൽ അതും കൂടെ നോക്കാം. വേണ്ട, അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഇവിടെയും വെച്ചിട്ടുണ്ട്. ദ കോംപ്ലക്സ് സ്റ്റോൺ സർക്കിൾസ്, ഇതൊരു കോംപ്ലക്സ് തിങ് ആയിരുന്നു. അതാണ് ദ കോംപ്ലക്സ് സ്റ്റോൺ സർക്കിൾ ആൻഡ് റോസ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് ബ്രോൺസ് ഏജ് വിച്ച് ഇൻ അയർലൻഡ് ഡേറ്റ്സ് ഫ്രം 2500 to 500. ഏതാണ്ട് 3000 വർഷത്തോളം പുറകിലുള്ള സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്കെച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറേ ഇൻഫർമേഷൻസ് ഇവിടെ. അങ്ങനെ കുറേ. പക്ഷേ ഈ തിയറി അത്ര ആ തിയറി ഇവർ പറയുന്ന ആ തിയറി ഇവർ പറയുന്നൊരു തിയറിയാണ്. പക്ഷേ എക്സാക്റ്റ് തിയറി ഇപ്പോഴും കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. ഞാൻ ഇന്നലെ ചെന്നപ്പം ഒരു ഡിസ്കവറി സെൻറ്ററിൽ മറ്റേ നമ്മുടെ ഇതല്ല ഒബ്സർവേഷൻ സെൻറ്ററിൽ ചെന്നപ്പോൾ അവിടുത്തെ ആൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതേ ഉള്ളൂ. ഇഫ് യു വാണ്ട് ടു റീഡ് ഇറ്റ് യു ക്യാൻ. And why they were built.
അപ്പം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ വായിക്കാൻ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഓക്കെ. സോ ഇവിടെ ഒരു ശവക്കല്ലറ കാണാം. ഇതും ഒരാളെ ഇത് പറയുന്നത് ഇത് ശവക്കല്ലറയാണ്. ഇവിടെ പണ്ട് ആൾക്കാരെ ശവസംസ്കാരം ചെയ്ത ഇടമാണെന്നാണ് പറയുന്നത്. പിന്നെ കണ്ട് ഇവിടെയും സർക്കിൾസ് ഉണ്ട്, ഒത്തിരി സർക്കിൾസ് വിട്ടിട്ടുണ്ട്. യു ക്യാൻ സീ ഫ്രം ഹിയർ. കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് കുക്സ് ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് കാണാം, ഈ സംഭവങ്ങളൊക്കെ വന്ന് കാണാം. ചരിത്രവും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ഇവിടുന്ന് കാണാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം ബാഗമോർ സ്റ്റോൺ സർക്കിൾസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു റീകൺസ്ട്രക്ഷൻ ഡ്രോയിങ് ഓഫ് എ ഖാൻ സെമിറ്ററി ബൈ ഫിലിപ്പ് ആംസ്ട്രോങ്. ഇങ്ങനെയായിരുന്നു അന്നത്തെ കാലത്ത് അവർ ഈ കല്ലുകൾ ലേ ചെയ്തതും അതേപോലെ ഇവിടെ സെമിറ്റേരിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. റീകൺസ്ട്രക്ഷൻ ഓഫ് എ കെയ്ൻ സെമിറ്റേരി കണ്ടോ. ഇവിടെ വേറൊരു സ്ഥലമാണ് ബാരി ബ്രിസ്റ്റ് വെഡ്ജ് ടോംബ്. അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ ഉണ്ട് ആർക്കിയോളജിയിൽ. ഹൗ ക്യാൻ ഐ ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് ആർക്കിയോളജി ഇവിടെ അതിനെക്കുറിച്ചൊരു ഇൻഫർമേഷൻ എല്ലാം ഉണ്ട് ഇവിടെ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ഗോ ഹെഡ് ആൻഡ് റീഡ് ദിസ്. ഇവിടെ റാബിറ്റ്, നല്ല രസമുണ്ട് ഈ റാബിറ്റിനെ. റാബിറ്റ് അല്ലേ? റാബിറ്റിൻ്റെ മുഖമുണ്ടോ? Yes, please. ഇവിടെ റാബിറ്റ്, റാബിറ്റിൻ്റെ ഷേപ്പ് ഉണ്ടോ? Look, she ate the carrot. Yeah. I can't get പിള്ളേർ റാബിറ്റിനെ ഫീഡ് ചെയ്യുക. ഇവിടെ വേറെ റാബിറ്റ്.